ഒരു മാസക്കാലമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ നേടുന്ന ഒരു രോഗിയാണ്. ഹെർണിയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഓപ്പറേഷൻ വേണമെന്ന്. ഒരാഴ്ചത്തെ മുഴുവൻ നിരീക്ഷണവും കഴിഞ്ഞ് മുഴുവൻ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് വേറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം കൃത്യമായിട്ട് അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ഡോക്ടറുടെ അനാസ്ഥ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ ഡോക്ടറെ കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം. അല്ലാതെ ഉദ്യോഗസ്ഥരെയും മറ്റും കൈയൊഴിഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ അനാഥത്വത്തിലേക്ക് ഒളിച്ചയക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്, ഇത് ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം ആ കുടുംബത്തെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. കോടശ്ശേരിയിലെ 33 വയസ്സുള്ള സിനേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ മരണം തീർച്ചയായിട്ടും ഈ ജനമനസ്സാക്ഷിയെ തന്നെ ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിട്ടായിരുന്നു ഇന്ന് കാലത്ത് വന്നത്. എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്? എന്ത് അപാകതകളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് ഈ പറയുന്ന സിനേഷ് എന്ന് പറയുന്ന യുവാവിൻ്റെ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അനസ്തേഷ്യയ്ക്ക് ശേഷം ഹാർട്ട് ബീറ്റ് താഴ്ന്ന് ഈ മരണം സംഭവിച്ചത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമാണ് ചാലക്കുടിയിലെയും അതുപോലെ തന്നെ കോടശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ആളുകൾക്കിടയിൽ ചർച്ചയായിട്ട് വന്നിട്ടുള്ളത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലുണ്ടോ എന്നാണ് പലരും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നടുക്കുന്ന വാർത്തയ്ക്ക് ശേഷം ചാലക്കുടിയിലെ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ ജനങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ച ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഇന്ന് ഈ താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ ഒരു വലിയ പ്രതിഷേധത്തിന് കളമൊരുക്കുകയാണ്. അവർ ചോദിക്കുന്നത്, ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്രയോ പണം കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്നു, എന്നിട്ടും ഇവിടെ രോഗികൾക്ക് വളരെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയാണ്? ഇവിടുത്തെ സൂപ്രണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടർമാർ തുടങ്ങിയവർക്ക് നേരെ ശക്തമായ നടപടികൾ എടുക്കണം. മരണപ്പെട്ടിട്ടുള്ളത് ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും അവന് നീതി നിഷേധിക്കപ്പെട്ടതാണോ? കോടശ്ശേരി പഞ്ചായത്തിലെ ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഈ സിനേഷ് എന്ന് പറയുന്ന ഒരു ടൈൽ തൊഴിലാളിയുടെ മരണം ഇന്ന് ഹെർണിയ ഓപ്പറേഷന് വേണ്ടി വന്നപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കരുതലായ ഇടപെടൽ വേണം. ഇത് ഇനി ആവർത്തിക്കപ്പെടരുത്. പൊതുജന സമക്ഷം നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് വളരെ ശക്തമായി തന്നെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ ഒരു പ്രതിഷേധം, ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഇനി ഇത് ആവർത്തിക്കപ്പെടരുത്. ഇത്രയും ആളുകൾ വന്നു പോകുന്ന ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ജനങ്ങൾ വരാൻ ഭയപ്പെടുന്നുവോ എന്ന വലിയ ചോദ്യമാണ് ഉയർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനങ്ങളെ പറ്റിയും ഡോക്ടർമാരുടെ ഇടപെടലിനെ പറ്റിയും സൂപ്രണ്ടിന്റെ ഇടപെടലിനെ പറ്റിയും അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഇന്ന് BJPയുടെ നേതാക്കൾ പ്രതികരിച്ചത്. നമ്മുടെ നാട്ടില് വ്യാജന്മാരുടെ ഒരു സങ്കേതം തന്നെ ഉണ്ട് എന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡോക്ടറാണോ ഇവിടെ ഇരിക്കുന്നത് എന്ന്, ഈ രോഗിയെ ശുശ്രൂഷിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണം. ഇവർ സൂചിപ്പിച്ച് സനീഷിനെ സംബന്ധിച്ച് സനീഷിന്റെ കുടുംബം ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണ്. നമുക്കറിയാം, ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ വലിയൊരു അത്താണിയാണ്. ഇവർ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പാവപ്പെട്ട ഒരു അത്താണിയായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് ജീവൻ തന്നെ അപകടമാകുന്ന സാഹചര്യം അത് ഒരുപക്ഷെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഈ ഹോസ്പിറ്റലിന്റെ ആധുനികവൽക്കരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. സർക്കാരിന്റെ മറ്റെല്ലാ സംവിധാനങ്ങളും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുക. ഇവിടെ നിന്ന് ഇത്തരം സംഭവം നടന്നതിന് ശേഷം തൊട്ടടുത്ത് സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം, ഒരു ആംബുലൻസ് ഇവിടെ ഇല്ല എന്ന്, അതിനുവേണ്ടി സൗകര്യമൊരുക്കാനുള്ള ഒരു ആംബുലൻസ് ഇവിടെ ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു. വെന്റിലേറ്ററിന്റെ സംവിധാനം ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ പാവപ്പെട്ടവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിന്റെ അധികാരികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല എങ്കിൽ അത് മുന്നേ തന്നെ ഈ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യമില്ല എന്ന് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു. പക്ഷെ ഈ ഉത്തരവാദിത്തമൊന്നും മാനിക്കാതെ ഒരു രോഗിയുടെ, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ അപകടത്തിലാക്കിയിരിക്കുന്ന ഈ ഹോസ്പിറ്റൽ അധികാരികൾക്കെതിരെ, ഈ ഡോക്ടർമാർക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തി കുറ്റക്കാരായിട്ടുള്ള ആളുകളെ ജയിലിലടയ്ക്കണം. പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആശ്രയമായ ഗവൺമെന്റ് ആശുപത്രികൾ, അതിൽ ചികിത്സ തേടിയെത്തുന്ന നിർധനരായ ജനവിഭാഗത്തിന്റെ ജീവന് പുല്ലുവില പോലും കൽപ്പിക്കപ്പെടുന്നില്ല
എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ ഈ ആശുപത്രിയിൽ കോടശ്ശേരി പഞ്ചായത്തിലെ വയലാത്ര താമസിക്കുന്ന പാവപ്പെട്ട പട്ടികജാതി യുവാവായ സിനീഷിന്റെ മരണം.